വൈഖരി ഭജന സമിതി 25ാം വാർഷികാഘോഷം അഴീക്കോട് പുതിയകാവ് ഹാളിൽ നടന്നു. പുതിയകാവ് ഭഗവതി ക്ഷേത്രം ചെയർമാൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈഖരി ഭജന സമിതിയുടെ 25ാം വാർഷികാഘോഷമാണ് അഴീക്കോട് പുതിയകാവ് ഹാളിൽ നടന്നത്. പുതിയകാവ് ഭഗവതി ക്ഷേത്രം ചെയർമാൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ 25ാം വാർഷികം ആഘോഷിക്കുവാൻ നമ്മുടെ ക്ഷേത്രം അവർ കണ്ടെത്തി തെരഞ്ഞെടുത്തു. ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ തയ്യാറായ ആ മാതൃസമിതിക്ക് ഞാൻ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. വൈഖരി ഭജന സമിതി ചെയർമാൻ പി സി ഗിരിജ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി മുരളീധര വാര്യർ മുഖ്യാതിഥിയായി. ഡോക്ടർ പ്രമീള ജയറാം മുഖ്യപ്രഭാഷണം നടത്തി. പുതിയകാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് സി പവിത്രൻ, പുതിയകാവ് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി കെ രതീശൻ, ടി കെ ശശി, മാതൃസമിതി പ്രസിഡന്റ് സതീദേവി, പ്രേമലത നെല്ലിയോട്, ഇ കെ ഉഷ ചെറുകുന്ന്, വൈഖരി ഭജന സമിതി സെക്രട്ടറി ലസിത മോഹൻ, രോഹിണി, കെവിനിഷ തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷമായി വൈഖരി ഭജന സമിതി രൂപീകരിച്ചിട്ട് 6 അംഗങ്ങളിൽ നിന്ന് തുടങ്ങിയ സമിതി ഇപ്പോൾ 60 അംഗങ്ങളിൽ എത്തി നിൽക്കുന്നു. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും വൈഖരി ഭജന സമിതി ഭജന അവതരിപ്പിച്ചിട്ടുണ്ട്. നാരായണീയ പാരായണം ഉൾപ്പെടെയാണ് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ സന്തോഷവും ഇവർ പങ്കുവെക്കുന്നു. എല്ലാ കൊല്ലം നമ്മൾ നാരായണീയം ഫുള്ളായിട്ട് ചൊല്ലുന്നുണ്ട്. മമ്മിയൂർ അമ്പലത്തിലായ പക്ഷേ എല്ലാ ക്ഷേത്രത്തിൻ്റെ പേരും ഓർമ്മയില്ല, എങ്കിലും എല്ലാ ക്ഷേത്രത്തിലും നമ്മൾ ചൊല്ലി തന്നെ വിചാരിക്കാം. പക്ഷേ ഇനി ആ ഭഗവാൻ, എനിക്ക് ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നത് വരെ ആ ഭഗവാന്റെ നാമം ചൊല്ലി എനിക്ക് അങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്തണം എന്നുള്ള ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. മോറാഴ ഒഴക്രോം സ്വദേശി പി സി ഗിരിജയുടെ നേതൃത്വത്തിലാണ് സമിതി പ്രവർത്തിക്കുന്നത്. ഗിരിജ തന്നെയാണ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതും. കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലെ അംഗങ്ങൾ ചേർന്നതാണ് വൈഖരി ഭജന സമിതി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.